നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പടയൊരുക്കം. അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തയ്യാറെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കോടതിയിൽ സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ഒരു പരാമർശം MV ഗോവിന്ദൻ നടത്തിയിരുന്നു. ഇതാണ് യൂത്ത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇതോടെ ഇരുവർക്കുമിടയിലെ പോര് കടുക്കുകയാണ്. നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് തീരുമാനം ഇന്ന് MV ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കാനാണ്. MV ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം ഉന്നയിക്കുകയാണ്. അതിനൊപ്പം അറസ്റ്റിനെതിരായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് തുടരും. ഇന്ന് കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ്. രാത്രി 8 മണിക്ക് ക്ലിഫ് ഹൌസിലേക്ക് സമരജ്വാല എന്ന പേരിൽ നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. 15 വരെയുള്ള സമരപരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 15-ന് യോഗം ചേർന്ന് തുടർ സമരപരിപാടികൾ തീരുമാനിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഈ മാസം 17-ന് പരിഗണിക്കുന്നതിനായി മാറ്റി. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഉദ്ഘാടകൻ ഷാഫി പറമ്പിൽ MLA അടക്കം 155 പേർക്കെതിരെയാണ് കേസ്. രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത MV ഗോവിന്ദനെതിരെ കേസെടുക്കുമോ എന്ന് ഷാഫി പറമ്പിൽ MLA ചോദിച്ചു. അറസ്റ്റിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നാണ് ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ നൽകിയ അപ്പീലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകന്റെ വാദം. ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും CPIM കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ 20-ാം തീയതി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയായിരുന്നു. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് 1-ാം പ്രതി. കേസിൽ MLA-മാരായ ഷഫി പറമ്പിൽ, M വിൻസെന്റ് എന്നിവർ 2ഉം 3ഉം പ്രതികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 4-ാം പ്രതിയാണ്. പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചു എന്നുമാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്നതിന്റെയും ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. പിരിഞ്ഞുപോയ പ്രവർത്തകരെ മടക്കി വിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തിയെന്ന ആരോപണമാണ് പോലീസ് ഉന്നയിക്കുന്നത്. എല്ലാ ആക്രമണങ്ങളും നടന്ന സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട്. അതിക്രമങ്ങൾ തടയാൻ യാതൊരു ശ്രമവും നേതാവെന്ന നിലയിൽ നടത്തിയില്ല. സെക്രട്ടറിയേറ്റിന് മുന്നിൽ പ്രതിഷേധമല്ല നടന്നത്, ആക്രമണമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.